കേരളത്തിലെ സകല മുസ്ലിങ്ങളെയും പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന ചില ജന്മങ്ങളുണ്ട്. അവരോട് ഒറ്റ ചോദ്യം, നിങ്ങളെല്ലാം കഞ്ഞി കുടിക്കുന്നത് മുസ്ലിങ്ങൾ കേരളത്തിലുള്ളതുകൊണ്ടാണ്. കേരളം എങ്ങനെ സമ്പന്നമായി? മുസ്ലിം രാജ്യങ്ങളുണ്ട് കൊണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ടത്. ഇത് പറയാൻ നമുക്ക് എന്താ ഒരു മടി? എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന പറയണ കുട്ടികളെടുത്ത് അവരുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയണം എന്നറിയുമോ നിങ്ങൾക്ക്? നാഴികക്ക് 40 വട്ടം ഒരു മുസൽമാനെ കണ്ടു കഴിഞ്ഞാൽ തെറി പറയുകയും അവരെ പാകിസ്ഥാനിലേക്ക് പോ എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ മുസ്ലിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളെല്ലാം കണ്ണുവാരി തിന്നേണ്ടി വരും. കേരളം സമ്പന്നമായത് മുസ്ലിങ്ങൾ ഉള്ളതുകൊണ്ടാണ്. കേരളത്തിലെ 50% മുസ്ലിങ്ങളും വിദേശത്താണ്, അതായത് മിഡിൽ ഈസ്റ്റ്, അറേബ്യൻ കൺട്രീസിലാണ്. അവരവിടെ അധ്വാനിച്ചുണ്ടാക്കുന്ന ഓരോ കാശും കേരളത്തിലേക്ക് അയക്കുകയാണ്. ആ കാശാണ് ഇവിടെ റൊട്ടേഷൻ ആവുന്നത്. അല്ലാതെ ഏറെ ആൾക്കാർ പോകുന്നത് യൂറോപ്യൻ കൺട്രീസിലാണ്. അവിടെയെല്ലാം പോയി കഴിഞ്ഞാൽ അവർ അവിടെ തന്നെയാണ് ആ കാശ് ചെലവാക്കുന്നത്. പക്ഷേ ഓരോ മുസ്ലിംസും നേരെ പോകുന്നത് അറേബ്യൻ കൺട്രീസിലാണ്. അവിടെയുള്ള കാശുകൾ അവർ അവിടെ ചെലവാക്കുന്നില്ല. ആ കാശുകൾ മുഴുവനും കേരളത്തിലാണ് ചെലവാക്കുന്നത്. അതുകൊണ്ടാണ് കേരളം സമ്പന്നമായത്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത പാഴ് ജന്മങ്ങളെ നല്ലവനായ ഒരു മനുഷ്യന്റെ പ്രസംഗം കേൾക്കുവിൻ. ആ മനുഷ്യൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. മുസ്ലിം രാജ്യങ്ങളുണ്ട് കൊണ്ട് മാത്രമാണ് കേരളം രക്ഷപ്പെട്ടത്. ഇത് പറയാൻ നമുക്ക് എന്താ ഒരു മടി? എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന പറയണ കുട്ടികളെടുത്ത് അവരുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയണം. അവരോടുള്ള കേൾക്ക് നമ്മൾ കാണിക്കണം. 1972 കേരള പട്ടിണി, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ചേമ്പിൻ്റെ ഇല മോഷ്ടിച്ച് വേവിച്ച് കഴിച്ചവരുണ്ട്. അവരെങ്ങനെ രക്ഷപ്പെട്ടു? ഗൾഫ് കൊണ്ട് മാത്രമാണ്. ഞാൻ പേര് വെച്ച മുസ്ലിം എന്ന് വെച്ചാൽ തന്നെ പറയാം, അങ്ങനെ തന്നെ പറയണം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കേരളം ഇന്ന് ഈ നിലയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ്? മുസ്ലിം കമ്മ്യൂണിറ്റി. മറ്റുള്ളവർ അവരുടെ പിള്ളേരെ ജർമ്മനിയിലും ബാംഗ്ലൂരും അവിടേക്ക് അയക്കുകയല്ലേ ചെയ്യുന്നത്. കേരളത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുസ്ലിങ്ങൾ. നമ്മൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ ദാറ്റ്. കേട്ടല്ലോ, ഇതാണ് മനുഷ്യർ. സത്യം എന്താണെന്ന് മനസ്സിലാക്കണം. സത്യം എന്താണെന്ന് കേരളം മാമുണ്ണുന്നത് മുസ്ലിങ്ങൾ കേരളത്തിലുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. നാഴികക്ക് 40 വട്ടം മുസ്ലിങ്ങളെ തെറി പറയുന്ന ഈ നാറിയ ജന്മങ്ങൾ ഓരോ മുസൽമാന്റെ വീട്ടിലും പോയി പെയിന്റ് അടിച്ചിട്ടും അവിടെ വീട് കെട്ടിയുമാണ് ഇവരവിടെ നിന്ന് കാശുണ്ടാക്കുന്നത്. അല്ലാതെ ആരോ ഇവരൊന്നും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നവരല്ല. ഓരോ മുസൽമാന്റെ വീട്ടിലും പോയി ടൈൽ പണിയെടുത്തിട്ടും വൈറ്റ് വാഷ് ചെയ്തിട്ടും വീട് കെട്ടിയിട്ടും ഇതൊക്കെ ചെയ്തിട്ടാണ് ഇവർ കാശുണ്ടാക്കുന്നത്. ഇത്രയും പണി മുസൽമാന്റെ വീട്ടിൽ പണിയെടുത്തിട്ട് പുറത്തു പോയിട്ട് മുസൽമാനെ തെറിയും വിളിക്കുക. അങ്ങനത്തെ പാഴ്ജന്മങ്ങൾ ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളം. ഒരു രക്ഷയുമില്ല. ഇത് ക്യാൻസറാണ്. ഈ ക്യാൻസർ മാറാൻ ഒരു വഴിയുമില്ല. അവരുടെ അവസാനം മാത്രമാണ് ഇതിനുള്ള വഴി. സ്വന്തം മനസ്സിൽ അടിഞ്ഞുകൂടിയ ക്യാൻസറാണിത്. ഈ ക്യാൻസർ മാറാൻ ഒരു വഴിയുമില്ല. ഓക്കെ.